ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും, നമുക്ക് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കിലോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോഴേക്കും നല്ല പോലെ തന്നെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കൂട്ടോ. 1 മണിക്കൂറിലേറെ വെക്കണ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കുക. അതിനുശേഷം ചൂടായിട്ടുള്ള ഓയിലിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു ഭാഗം റെഡിയാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. 2 ഭാഗവും നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു അധികം ചൂടിലല്ല വെക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ മൊരിയിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഉൾഭാഗം വേവാണ്ട് തന്നെ പുറംഭാഗം കരിഞ്ഞു പോവും. ഇത് നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. മൊത്തം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. വലിയ സവാള ആണെങ്കിൽ 1 സവാള മതി. ചെറുതായത് കാരണം തന്നെ 2 എടുത്തിട്ടുണ്ട്. ഇനി സവാളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 5 വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം നമ്മളിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു നമ്മുടെ സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുക. അതിനുശേഷം തുറന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.